ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും ആദ്യമായി ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ വ്യക്തിയെ ഒന്ന് സമാധാനിപ്പിക്കുക എന്നുള്ളതാണ്. ആ വ്യക്തിയെ അടുത്ത് ചെന്നിട്ട്, കാരണം അവർ ഇങ്ങോട്ട് വരുമെന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, കാരണം അവർക്ക് തൊട്ടടുത്തിരിക്കുന്ന ഒരു ന്യൂസ് പേപ്പർ പോലും എടുത്ത് വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ രാവിലെ എണീച്ച് പല്ല് പോലും തേക്കാതെ അവരിയ്ക്കും. ദിവസം ഒരു 12-1 മണി വരെ കിടന്നങ്ങ് ഉറങ്ങിയെന്നിരിക്കും. ആഹാരം പോലും ചിലപ്പോൾ വേണ്ടാന്ന് വെക്കും. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരുടെ കെയറിങ് വളരെ അത്യാവശ്യമാണ് ഈ കാര്യത്തിൽ. അപ്പം അങ്ങോട്ട് ചെന്നിട്ട് നമ്മൾ മോനെ സമാധാനമായിട്ടിരിക്കുക, അല്ലെ മോളെ നീ സമാധാനമായിട്ടിരിക്കുക, പ്രശ്നങ്ങളൊക്കെ മാറും, ഞങ്ങളൊക്കെ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് നമുക്കിത് പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആളെ ഒന്ന് സമാധാനിപ്പിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ മറ്റുള്ള കൂട്ടുകാരെ, നേരത്തെ ഉണ്ടായിരുന്ന കൂട്ടുകാരെ, അവരോടൊക്കെ ഒന്ന് പറയുക, ഒന്ന് വിളിക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് വിളിച്ച് ആളെ ഒന്ന് സമാധാനിപ്പിക്കുക. ഒരു സോഷ്യലി കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ഒരു ഇൻട്രാക്ഷൻ വർദ്ധിപ്പിച്ചെടുക്കുക. പിന്നെ പ്രധാനമായിട്ടുള്ളത്, ആളെ വീട്ടിലെങ്ങനെ ഇരുത്താതെ എന്തെങ്കിലും വെളിയിലേക്കൊരു ഉല്ലാസ യാത്രയോ എവിടെയെങ്കിലും ഒരുമിച്ച് നിങ്ങളൊന്ന് കറങ്ങാൻ പോവുകയോ എവിടെയെങ്കിലും നല്ല സന്തോഷം തരുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനോ ശ്രമിക്കുക. വീട്ടിലെ കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക, വല്ലപ്പോഴും വെളിയിൽ പോയി ആഹാരം കഴിക്കുക. അങ്ങനെ അവർക്കിഷ്ടമുള്ള എന്തെങ്കിലും നല്ല നല്ല ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക, നല്ലൊരു സിനിമ കാണാൻ പോവുക. അങ്ങനെ പ്ലഷർ, ഒരു സന്തോഷം തരുന്ന, അവർക്ക് നല്ലൊരു സമാധാനം ലഭിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. പിന്നെ അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഈ സൈക്കോളജിസ്റ്റിൻ്റെ സഹായം തേടുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മനസ്സ് വളരെയധികം വിങ്ങിപ്പൊട്ടി ഇരിക്കുകയാണല്ലോ. ചിലപ്പോൾ ഇവർക്ക് എല്ലാ കാര്യങ്ങളും പേരൻസിനോടോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോട് തുറന്നു പറയാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറയാനുള്ള വിഷമതകൾ തുറന്നു പറയുകയും അവർക്ക് വേണ്ടതായിട്ടുള്ള മൈൻഡ് റിലാക്സേഷൻ തെറാപ്പി, അങ്ങനെയുള്ള പല നല്ല നല്ല തെറാപ്പികൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ആൻറ്റി ഡിപ്രസൻറ്റ് ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ മരുന്നിൻ്റെയും തെറാപ്പിയുടെയും പിൻബലത്തോടു കൂടി, സഹായത്തോടു കൂടി, കോമ്പിനേഷനോടു കൂടി അവരെ നല്ല രീതിയിലൊരു അവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കും.